ദ്വാരിക്കുന്നവരാണ്. ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് നീ പുറത്തുക, ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞുപോയ മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരന്മാർക്കും നീ പുറത്തുക എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തത്തിന് വേണ്ടിയും മരിച്ചു പോയവർക്ക് വേണ്ടിയും ദ്വാ ചെയ്യുന്നവരാണ് മുസ്ലിങ്ങളെന്ന് അള്ളാഹ് പറഞ്ഞു. മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കൽ മുസ്ലിങ്ങളുടെ ലക്ഷണമാണ്. പടച്ചോൻ പറഞ്ഞ സ്ഥിതിക്ക് പടച്ചവർക്ക് വകവെച്ച് കൊടുത്തൂടെ? തങ്ങളുടെ കാലത്ത് സഹാബത്തിൽപ്പെട്ട പല ഒപ്പത്തായിട്ടും അവർക്ക് വേണ്ടിയൊക്കെ തങ്ങൾ ദ്വാരക്കുന്നുണ്ട്. ബുഖാരിന്റെ റിവായത്തിലുണ്ട്, മുസ്ലിമിന്റെ റിവായത്തിലുണ്ട്, മറ്റു മുഹദ്ദിസുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് പറയാനുള്ള കാരണം മനസ്സിലായില്ല. ആരാണ് കൂടിക്കൊടുക്കുന്നതാണോ? മരിച്ചവർക്ക് വേണ്ടി നാം ദാനകർമ്മം ചെയ്യും. എന്തുകൊണ്ട്? നിർത്തലമാകുന്ന ദിവസം തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് പലരും അന്വേഷിച്ചു, നബിയെ എന്റെ മാതാവ് മരിച്ചു, എന്റെ പിതാവ് മരിച്ചു, എന്റെ ഇന്നയാൾ മരിച്ചു. ആ മരിച്ച ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളുടെ പ്രതിഫലം അവർക്ക് ലഭിക്കുമോ എന്ന് നേർക്ക് നേരെ തങ്ങളോട് ചോദിച്ചു. എല്ലാവർക്കും തങ്ങൾ നൽകിയ മറുപടി ലഭിക്കുമെന്നായിരുന്നു. കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുന്നു, ഇന്ന ഉമ്മിയും സുദിലത്തിന് സ്വഭാവലം പൂത്തി ബുഖാരി മുസ്ലിമൊക്കെ നിവാസികളാണ്. നബിയെ എന്റെ മാതാവ് പെട്ടെന്ന് മരിച്ചു, വലം തൂക്കി അവർ ഒത്തിയതൊന്നും ചെയ്തിട്ടില്ല. ആ മരിച്ച മാതാവിന് വേണ്ടി ഞാൻ സദഖ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമോ? എന്തിനാ കൂട്ടരെ നമ്മൾ സദഖിക്കുന്നത്? റസൂലുള്ളാഹിയോട് ചോദിക്കാണ്, നബിയെ എന്റെ മരിച്ചമാർക്ക് വേണ്ടി ഞാൻ സദഖ ചെയ്താൽ എന്റെ കൂലി മാസം കിട്ടുമോ? റസൂലുള്ളാഹിയോട് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു ഞാൻ ലഭിക്കും. നമ്മൾ പറഞ്ഞു റസൂലുള്ള ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ ലഭിക്കും നമ്മൾ പറഞ്ഞു. അത് വേറെ ചില ലഭിക്കൂല. ആരെ പറഞ്ഞു? ആരാണിത് പഠിപ്പിച്ചത്? അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കണം. വിഷയങ്ങളെ കുറിച്ച് നിജത്തിൽ കൃത്യമായി പഠിക്കാൻ തയ്യാറാവണം എന്നാണ് നമ്മുടെ അഭിപ്രായം. അതുപോലെ മഹാന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഖബറിന്റെ മീതെ ജാറങ്ങൾ ഉണ്ടാക്കും. പുത്തനാശയേക്കാൾ തങ്ങളുടെ പ്രൈമറി മദ്രസകളിൽ ജാറങ്ങളൊക്കെ പൊളിച്ച് നിരപ്പാക്കാൻ വേണ്ടി മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പൊളിച്ചാൽ എന്തിനൊപ്പം തന്നെ ക്രിമിനലുകളാക്കി പൊളിക്കാന്ന് മദ്ര 4ാം ക്ലാസ്സിലൊക്കെ എഴുതിയിരിക്കുന്നത് ജാറൊക്കെ പോയിട്ടാണ്. കുറച്ച് മുതിർന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ചേട്ടൻ സർവ്വ അതിനായ കാര്യങ്ങൾ എത്ര പഠിപ്പിക്കാൻ അതിനിടയിൽ ജാറം പോയിക്കാൻ പഠിപ്പിക്കണം. മദ്രസയിൽ 4ാം ക്ലാസ്സിലൊക്കെ നിൽക്കാത്തിലെ പ്രവൃത്തി ചേർത്ത് പഠിപ്പിക്കുന്നത് പൊന്നാര എനിക്ക് മനസ്സിലാവുന്ന വസ്തു എന്താണ്? അതിന് ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ കുറിച്ച് നമ്മൾ മറന്നുപോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹുവിനെയും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഒഴിഞ്ഞ സ്ഥലത്തല്ല, അതിമഹത്തായ ഒരു കെട്ടിടത്തിനകത്താണ്. അതിന് ജാറം എന്ന് പറയാറില്ല. ബഹുമാനം വർദ്ധിപ്പിച്ച് റൗളാത്തിരിക്കുന്നതാണ് പറയുന്നത്. ആയിഷാബിയുടെ റൂമെന്നുള്ളത് ശരിയാണ്. പക്ഷേ മദീനത്തെ പള്ളിയിൽ എന്നൊക്കെ പരിഷ്കരണവും വിപുലീകരണവും വന്നിട്ടുണ്ടോ അന്നൊക്കെ റൗളാത്തിരിക്കലും വിപുലീകരണം വന്നിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായ വിപുലീകരണം വന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല തങ്ങളുടെ കാലത്താണ്. ആയിരക്കണക്കിന് സഹാബത്ത് ജീവിച്ചിരിക്കെ അവരുടെ നേതൃത്വത്തിലാണ് ഈ 3 ഖബറുകളും വിപുലീകരിച്ചതും മനോഹരമാക്കിയത്. അത് കഴിഞ്ഞാൽ പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല വന്നത്. അദ്ദേഹത്തിന്റെ ഖബറിന്റെ മീതെ മനോഹരമായ ധാരണ്ടായിരുന്നു. സൗദി ഭരണത്തിൽ വന്ന ശേഷം മാത്രമാണ് പൊളിച്ചത്. ശരിയാണ്. ഈജിപ്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒഴുതി എഴുതിയ ധാരാളമായ വിശ്വവിജ്ഞാന കോശങ്ങളിൽ വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഇന്നും നമുക്ക് അവിടെ ചെന്നാൽ ആ പൊളിച്ച കടയുടെ അടയാളം കാണാവുന്നതാണ്. അത് കഴിഞ്ഞാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങൾ അദ്ദേഹത്തിന്റെ ഖബറിന്റെ മീതെ ലോകത്തിലെ ഏറ്റവും വലിയ ജാറങ്ങളിൽ ഒന്നാണ് ഇന്നുള്ളത്. അങ്ങനെ വന്നാൽ ഇമാമുൽ അബൂ ഹനീഫയിൽ കൂട്ടി ഇമാം മാലിക് ഇബ്നു അനസ്, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഇവരിൽ ഓരോരുത്തരുടെ ഖബറുകൾക്ക് മീതെയും അതിമനോഹരമായ ജാറങ്ങൾ. എന്തിനാണ്? ഇബ്നു സീനയുടെ ഖബറിന്റെ മീതെ സുന്ദരമായ ജാറങ്ങൾ, ഇബ്നു ഖയ്യിമിന്റെ ഖബറിന്റെ മീതെ മനോഹരമായ ജാറങ്ങൾ. എത്രത്തോളം? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ അബ്ദുൽ അലിയുടെ ഖബറിന്റെ മീതെ ജാറം എന്ന് മാത്രമല്ല പച്ചപ്പട്ടുകൊണ്ട് ജാറം മൂടിയിട്ടുണ്ട്. ആ ജാറത്തിനുള്ള വരുമാനം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുടുംബം ഇന്നും ജീവിക്കുന്നത്. നമുക്ക് അക്ഷരമല്ല. ഈത്തോടെ എന്താണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്? ഇതൊക്കെ സൂചിപ്പിക്കുന്ന വസ്തുത എന്താ? എവിടെയെല്ലാം മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടോ അല്ലെങ്കിൽ മഹാന്മാരെന്ന് അവകാശം
അവകാശപ്പെടുന്നവർ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ ജാറുണ്ട്. ഇനി പൂർവ്വപ്രവാചകന്മാരുടെ കബറുകൾക്ക് മീതെ ജാറുണ്ട്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ കബറിന്റെ മീതെ ജാറുണ്ട്. സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കബറിന്റെ മീതെ ജാറുണ്ട്. ആലി ഇമ്രാന്റെ കബറിന്റെ മീതെ ജാറുണ്ട്. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു. മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. ബാറക്നാ ഹൗല മാ ഹൗല എന്ന പരിസരമാണ്. ബാറക്നാ ഫീഹി ബാറക്നാ ഹൗല. മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് ബർക്കത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ്. മഹാന്മാരായ മുഫസ്സിറുകൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചു. പൂർവ്വപ്രവാചകന്മാരുടെ അംഗവിശ്രമ സങ്കേതം കൊണ്ട് ധന്യമാകുന്നു മസ്ജിദുൽ അഖ്സയുടെ പരിസരം എന്നാണ്. ആ രീതിയിൽ വർക്കത്തുന്ന മഹാന്മാർ വന്ന് ഖുർആനായത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്. അതുകൊണ്ട് ആലോചിച്ച് മതിയാക്കണം. ആലോചിച്ച് മതിയാക്കണം. ഞാൻ പിന്നെ പൊളിക്കപ്പെട്ടത് വിദ്യയിട്ടാവില്ലേ? പൊതു സ്ഥലത്ത് കെട്ടിയാൽ നമ്മളെ പോയിക്കണ്ടല്ലോ. പൊളിക്കപ്പെട്ടത് വിദ്യയിട്ടാവില്ല. പൊളിക്കണം എന്ന് പറഞ്ഞാൽ അതേ വിദ്യന്റെ കിതാബിൽ തന്നെ ജാറത്തിലേക്ക് എത്തിക്കാൻ വെളിച്ചെണ്ണ നേർച്ചയാക്കിയാൽ വീഴ്ത്തണമില്ലേ? ജാറം മൂടാൻ നേർച്ചയാക്കിയാൽ വീഴ്ത്തണില്ലേ? ഉണ്ട്. നേർച്ച എന്ന ഇസ്ലാമ കുടുംബത്തിൽ കൈ വാങ്ങിയാണ് വിഭാഗത്താവണം. പൊളിക്കണം എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ അതിന്റെ മേലെ മൂടാൻ നേർച്ചയാക്കിയാൽ വീഴണം. എന്താ രണ്ടും കൂടി? പൊളിക്കണം എന്ന് പറഞ്ഞാൽ വേറെ, ജാറം മൂടുന്ന ജാറം വേറെ, രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് അറിവ് മാത്രം പോരാ, തിരിച്ചറിവും വേണം. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ കയറി വരുമ്പോൾ സഹാബത്ത് രണ്ട് സംഘമായിട്ടിരിക്കണം. ഒരു സംഘം ദിക്റിന്റെ ഹൽഖ, മറ്റൊരു സംഘം ഇൽമിന്റെ മജ്ലിസ്. രണ്ട് സംഘമായിട്ടിരിക്കണം. ഒന്ന് ദിക്റിന്റെ ഹൽഖയാണ്, മറ്റൊന്ന് ഇൽമിന്റെ മജ്ലിസ്. തങ്ങൾ രണ്ട് വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ രണ്ട് വിഭാഗവും ഹൈർദമയിലാണ്. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഇൽമിന്റെ മജ്ലിസാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അറിയിച്ചു. രണ്ട് പ്രകീർത്തിച്ചു, രണ്ടിനെയും പ്രശംസിച്ചു. ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഇൽമിന്റെ മജ്ലിസാണ് ഞങ്ങൾ അറിയുന്നത്. ഒരു സംഭവം പറഞ്ഞതാണ്. മറ്റൊരിക്കൽ തങ്ങൾ മദീനത്തെ പള്ളിയിൽ കയറി വരുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ദിക്റിന്റെ ആൾക്കാർ ഇരിക്കാൻ തങ്ങൾ അവരെ ആട്ടി വിട്ടു. പള്ളിയിൽ നിൽക്കാൻ സമ്മതിക്കില്ല. നേരത്തെ ഹൈർദമില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ആട്ടി വിട്ടു. ഈ ആട്ടിവിട്ട സംഭവം എടുത്തു കാണിച്ചുകൊണ്ടാണ് ചില ആൾക്കാർ പള്ളിയിൽ നിൽക്കേണ്ട ആൾക്കാരും പാടാനൊക്കെ മനസ്സുകൾ ആട്ടിവിട്ടിട്ടുണ്ട്. ആട്ടിവിട്ടിട്ട് ശരിയാണ്. മറ്റൊരു സൈന്യമില്ല എന്ന് പറഞ്ഞിട്ട് എന്താ സംഭവം? നിങ്ങൾ ഇവിടെയാണ് അറിവ് മാത്രം പോരാ, തിരിച്ചറിവും വേണം. എന്താ സംഭവം? നിർമ്മലതാവലയുള്ള തങ്ങൾ സഹാബത്തെ യുദ്ധത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ തങ്ങളുടെ കാലത്ത് തന്നെ കപട വിശ്വാസികളുണ്ട് തങ്ങളോടൊപ്പം. ഒരു വിഭാഗം കപട വിശ്വാസികൾ പതുക്കെ പള്ളി കയറി വിധികളിൽ കുത്തിരിക്കാനും യുദ്ധത്തിന് പോകാനായിട്ടാണ് മടിയുണ്ട്. അപ്പോഴാണ് ആട്ടിവിട്ടത്. യുദ്ധത്തിന് പോകാനുള്ള മടി കാരണം പള്ളിക്കായി വിക്രി ചൊല്ലിയിരിക്കുന്ന കപട വിശ്വാസികളെ ആട്ടിവിട്ടത്. ശാന്തമായ അന്തരീക്ഷത്തിൽ വിക്രി ചൊല്ലിയിരിക്കുന്നവരെയാണ് പ്രകീർത്തിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് അറിവും വേണം, തിരിച്ചറിവും വേണം. രണ്ട് സന്ദർഭങ്ങളില്ല. ഇതൊന്നും തിരിച്ചറിയില്ല. അതിങ്ങനെ അറിഞ്ഞ എഴുതി പ്രാചാര്യ പരിപാടി എഴുതി അത് കുട്ടികൾക്ക് നടക്കല്ലേ. കമ്മ്യൂണിസ്റ്റുകാരുടെ ബുദ്ധി സഞ്ചിയിലും വിരായിക്കാരുടെ ബുദ്ധി തൊക്കിലുമാണ്. ഈ രീതിയിൽ സ്വത്തും ഫീസിലും വെക്കുന്നതിനും പകരം കാര്യങ്ങൾ വിശദമാകുമ്പോൾ പഠിക്കാൻ വരുന്നതിനാവും. ഈ അവസ്ഥ ജാതകത്തിന്റെ കാര്യത്തിലുണ്ട്. നിലനിർത്താൻ പറഞ്ഞത് മഹാന്മാരുടെ ജാതകമാണ്, പൊളിക്കാൻ പറഞ്ഞത് മറ്റുള്ളതുമാണ്. അതുകൊണ്ടാ പിന്നെ തന്നെ കൊടുത്തത്. പൊളിക്കാൻ പറഞ്ഞ കൊടുത്തത് നമുക്ക് വിനോദം ഞങ്ങൾ പൊളിക്കാൻ പറ്റുന്നില്ലേ? നമുക്ക് വിനോദം പൊളിക്കാൻ. ഇനി ഒരാളെ മൂടുന്നു. കൂടാനായിട്ട് വേണ്ട വസ്ത്രം ഇടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഖബറിന്റെ മീതെ മഹാന്മാരായ സഹാബത്ത് ഒരു പുതപ്പിട്ട് മൂടിയിരുന്നു എന്ന് ഇമാം ബുഖാരി തങ്ങൾ അദ്ദേഹത്തിന്റെ മുഫ്രദാത്തിൽ വിവാദിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മീതെ സഹാബത്ത് ഒരു പുതപ്പിട്ട് മൂടിയിരുന്നു. അപ്പൊ പിന്നെ അത് പരിക്കം പുറത്തിരുന്നു. ഇപ്പൊ കുറച്ച് മുന്തിയ പുറപ്പാടുള്ളത്. അത് ശരിയാണ്. ഇപ്പൊ നമ്മൾ ഹയാത്തുള്ളവരുണ്ടോ കുറെ വ്യത്യാസങ്ങളുണ്ട്. അന്ന് റസൂലുള്ള രക്തവസ്ത്രം നമ്മൾ ധരിക്കും. തങ്ങളുടെ ശരീരത്തില് ഓരന്റെ പാടും കഴിഞ്ഞു. ഞാൻ ഇത് പറയാൻ എനിക്ക് ബേജാറ്. കാരണം എനിക്ക് ശരീരത്തിൽ ഒരു പാടുണ്ടാകുന്ന റൂമിലെല്ലാം കഴിഞ്ഞ താമസിച്ചത്.
ഞാനതിന് പറയാൻ അർഹനല്ല, ഞാൻ കുട്ടികളല്ല, അർഹനല്ലല്ലേ, ഞാനതിന് അർഹനല്ല. നിങ്ങൾ സമരം പോലെ നിങ്ങളായിക്കോളെ. മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ദുനിയാവിൽ മൊത്തം മാറ്റങ്ങൾ വന്നിട്ട് നമുക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ കഷ്ടപ്പാട് എന്നാണ് പറയുന്നത്, പ്രയാസങ്ങൾ അനുഭവിച്ചു. പ്രസംഗിക്കാന്നല്ലാതെ, എഴുതാന്നല്ലാതെ വളരെ വിനയം പ്രസംഗിക്കുന്ന ആളുകൾ ഒറ്റ കാണുമ്പോഴല്ലേ അഹങ്കാരത്തിന്റെ ഊക്ക് മനസ്സിലാക്കുക. വലിയ രീതിയിൽ ആളിക്കം പ്രസംഗിക്കുന്ന ആളുകളുടെ ജീവിതം കാണുമ്പോഴല്ലേ ആഡംബരം മനസ്സിലാക്കുക. ദുനിയാവായി നമുക്ക് ആകെ ചെയ്യാൻ കഴിഞ്ഞൊരു കാര്യം അവനാന്റെ കഷ്ടം മാത്രം കുറെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, ഉള്ളതെന്ന് അനുഗ്രഹിക്കുമാറാണ്. അവർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കബറിന്റെ മീതെങ്ങനെ വസ്ത്രം കൊണ്ട് മൂടിയിരുന്നു സഹാബത്തുനിന്ന് ബുഖാരിന്റെ പരിപാടികൾ. ബുഖാരിന്റെ സഹയിലല്ല മുസ്തലാത്തിലാണ്, സഹയിൽ നോക്കി കാണാനായിട്ട് വരെ ഇസ്ലാം ഇമാം ബുഖാരി ഞങ്ങൾ അദ്ദേഹത്തിന് മുസ്തലാത്തിൽ. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളെ കുറിച്ചൊന്നും അനാചാരങ്ങൾ ആക്ഷേപിക്കുന്നത് ശരിയല്ല. ഇതൊക്കെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചാൽ, പ്രമാണങ്ങൾ പരിശോധിച്ചാൽ തെളിവുകൾ ധാരാളമായി കാണുന്ന വിഷയങ്ങളാണ്. മുതാല ഇല്ലാത്തത് കൊണ്ടും ഗ്രന്ഥപാരായണവും പഠനവും ഇല്ലാതെ പോയത് കൊണ്ടാണ് ദൗർഭാഗ്യവശാൽ ഈ കാലത്ത് വിമർശനം ഉയർന്നു വന്നത്. പഠനം ഉണ്ടായില്ല, പഠിക്കുന്നതനുസരിച്ച് മുതാലയത്തുണ്ടായില്ല. അത് കാരണം വിമർശനം നിർഭാഗ്യവശാൽ ഉണ്ടായിപ്പോയതാണ്. നല്ല നല്ല കാര്യങ്ങളെ കുറിച്ചാണ് ഇവരൊക്കെ അനാചാരം ആക്ഷേപിച്ചത്. അതുപോലെ ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞ അവസാനം നിസ്കാരം നമ്മൾ കൂട്ടുപ്രാർത്ഥന നടത്തണം. ചില ആളുകൾ പറയുന്നത് സലാം വീട്ടി അസ്സലാമു അലൈഹി പറഞ്ഞ് അല്ലാഹു അസ്സലാം ഇൻകസലാം മുതൽ തബാറത്തെ യാദൽ ജലാലി ഉലിക്കാം വരെ പറഞ്ഞാൽ സലാം വീട്ടോട്ട് എഴുന്നേറ്റ് പോകണം. തബാറത്തെ യാദൽ ജലാലി ഉലിക്കാം വരെ മാത്രം ഇരിക്കുക, അത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകുന്നതാണ് ചിലരുടെ പക്ഷം. സത്യത്തിൽ ഇത് വലിയ തെറ്റിദ്ധാരണ. ബുഖാരി മുസ്ലിം എന്ന് കേൾക്കാത്തവരുണ്ടാകില്ല, ഓരാത്തവരുണ്ടെങ്കിൽ. ഇമാം മുസ്ലിം വിഭാഗത്തിലെ ഹദീസിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം വീട്ടി കഴിഞ്ഞാൽ 3 പ്രാവശ്യം അസ്സലാമു അലൈഹി പറഞ്ഞ് അല്ലാഹു അസ്സലാം ഇൻകസലാം മുതൽ തബാറത്തെ യാദൽ ജലാലി ഉലിക്കാം വരെ പറഞ്ഞ ശേഷം മൗമൂമികളിലേക്ക് തിരിഞ്ഞിരിക്കുകയായിരുന്നു തങ്ങളുടെ പറയുന്നത്. റസൂലുള്ളാഹിയുടെ പതിവല്ല. പക്ഷേ ഹദീസിലൊരു കാര്യം കാണുന്നു, നമ്മൾ നിഷേധിക്കുന്നില്ല. ചിലപ്പോൾ ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കും, എന്നാൽ അധികമായും വലത് ഭാഗത്തേക്കാണ് തിരിഞ്ഞിരിക്കാറുള്ളത്. ചിലപ്പോൾ ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കാൻ ഹദീസ് വ്യാഖ്യാതാക്കൾ പറയുന്ന ന്യായം, ആ ഭാഗത്തിരിക്കുന്നവർക്ക് തങ്ങളുടെ കണക്കാക്കപ്പെട്ട മുഖം കാണാനുള്ള അവസരം ഉണ്ടാക്കുകയാണ്. കൂടാതെ ഒരു ബയാനിന്റെ പറഞ്ഞു ഇടത്തോട്ട് തിരിഞ്ഞിരിക്കലും അനുവദനീയമാകുന്നത് പഠിപ്പിക്കാനുമാണ്. എന്നാൽ അധികമായും വലത് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കാൻ കാരണം അതാണ് കൂടുതൽ ഉത്തമം. തങ്ങൾ അതിനെ വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് നമ്മൾ വലത്തോടെ വിജയിച്ചത്. പിന്നെ നമ്മളെ മുഖം കാണുന്നതിന് വലിയ പുണ്യൊന്നുമില്ലാന്ന് വിചാരിച്ചാൽ ഇടത്തോട്ടില്ല. നമ്മളാവട്ടെ ജവാദന ബയാൻ ചെയ്യേണ്ട ആളുകളുമല്ല, അതുകൊണ്ട് നമ്മൾ വലത്തോടെ വിജയിച്ചത്. അത് തങ്ങൾ പതിവാക്കിയ വിഷയമാണ്, ഇമാം മുസ്ലിം റിവായത്തിന്റെ ഹദീസിലുള്ളതാണ്. മാത്രമല്ല 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലുകയും 100 പൂർത്തിയാക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു മുതൽ അവസാനം വരെ ചൊല്ലുകയും ചെയ്താൽ എന്നാണ് ഇമാം മുസ്ലിമിന്റെ മറ്റൊക്കെ റിവായത്തിലുള്ളത്. അവന്റെ സർവ്വ പാപങ്ങളും ദുർദോഷങ്ങളും പൊറുക്കപ്പെടും. കടലിലുള്ള തിരമാലകളെ പോലെ നരകളെ പോലെ പാപങ്ങളുണ്ടെങ്കിലും അതൊക്കെ പൊറുക്കപ്പെടും. 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു